ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഷവോമിയുടെ Wowstick എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് 1F+ എന്നാണ്. ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെയോ വരുന്നതെന്നും ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. Reflex ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. കൂടാതെ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു പാഡാണ്. ഇതിൻ്റെ ഉപകാരം വരുന്നത് നമുക്ക് സ്ക്രൂകളെല്ലാം മൊബൈലോ കമ്പ്യൂട്ടറോ അഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുകയാണെങ്കിൽ നമ്മൾ അഴിക്കുന്ന സ്ക്രൂകളെല്ലാം ഇതുപോലെ ഇതിനകത്ത് ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ്. താഴത്തേക്ക് പോകുന്നതല്ല. പിന്നെ അതുകൂടാതെ തന്നെ ഇതിലിരിക്കുന്ന ടൂൾസിൻ്റെ എല്ലാത്തിൻ്റെയും രീതിയിലുള്ള അളവുകളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മൈനസ്, പ്ലസ്, ഫ്ലവർ എന്ന് വേണ്ട എല്ലാവിധ ടൂൾസുകളുടെയും അടയാളങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിനകത്തൊരു ചെറിയ ബോക്സാണ്. ഇതിൽ വരുന്നത് നമുക്ക് ഇതിൻ്റെ മെയിൻ ടൂൾസും ചെറിയൊരു ടൂൾ കിറ്റും ഇതിൻ്റെ അകത്ത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ ടൂൾസുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ 4 കവറാണ്. അതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ടൂളാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ 3 കവറുകളിലായിട്ട് ഇതിൻ്റെ ടൂൾസുകളാണ് വരുന്നത്. ഇതിൽ നമുക്ക് മൊബൈൽ അഴിക്കാവുന്ന ടൂൾസുകളുണ്ട്. അതുകൂടാതെ ഇതിൽ നമുക്ക് മൊബൈൽ അഴിക്കാവുന്ന ടൂൾസുകളുണ്ട്. അതുകൂടാതെ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ ടൂൾസുകളുണ്ട്. അതായത് ചെറിയ പ്ലസ് സൈസിലുണ്ട്, മൈനസ് സൈസിലുണ്ട്, ഫ്ലവർ സൈസിലുണ്ട് എന്ന് വേണ്ട അലൈങ്കിയുടെ ടൈപ്പിലുള്ള കട്ടിങ്ങും ഉൾപ്പെടെ എല്ലാനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റിക്ക് വരുന്നത്. ഇത് നമുക്ക് പുറകോട്ടേക്കും മുന്നോട്ടേക്കും ഇത് കറങ്ങുന്നതാണ്. കൂടാതെ ഇതിൽ തന്നെ ഒരു ലൈറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം എന്നല്ല, നല്ലൊരു ടോർക്കോട് കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് സ്ക്രൂ അഴിക്കാനും മുറുക്കാനും ഇതിൽ കൂടി സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗശേഷം നമുക്ക് സ്റ്റിക്ക് മേശപ്പുറത്ത് ഇടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ബേസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികം ആയിട്ട് ഇതിനകത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ചെറിയൊരു മാഗ്നറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്ക്രൂകളെല്ലാം ഇതിനകത്ത് മാഗ്നറ്റിൽ അത്യാവശ്യം ഒട്ടിച്ച് വയ്ക്കാം. അതുകൂടാതെ ചില സ്ക്രൂകൾക്ക് ഈ ടൂൾസുകൾക്ക് മാഗ്നറ്റിൻ്റെ പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളതെടുത്ത് ഈ സ്റ്റിക്കിൽ ഘടിപ്പിച്ചതിന് ശേഷം നമുക്കത് പെട്ടെന്ന് സ്ക്രൂ എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ചെറിയൊരു മാഗ്നറ്റ് പവറോട് കൂടിയുള്ളൊരു ഇതുകൂടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചെറിയൊരു കുപ്പിയാണ്. ഇതിൽ നമുക്ക് ഈ സ്ക്രൂകളെല്ലാം അഴിക്കേണ്ട സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു കുപ്പി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്ക്രൂകളെല്ലാം നഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് മൊബൈൽ ടെക്നീഷ്യന്മാർ, അതുകൂടാതെ കമ്പ്യൂട്ടർ നന്നാക്കുന്ന ടെക്നീഷ്യന്മാർ, ഇവർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായി വരുന്നത്. ഇത് ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഓൺലൈനിലെ വില കാണിക്കുന്നത് 3500 താഴെയാണ് ഇതിൻ്റെ വില വരുന്നത്. ഷവോമിയുടെ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷോട് കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. അതിൻ്റെ കേബിളും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്.